മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വരെ നേടിയിട്ടുള്ള നടി മീര ജാസ്മിൻ കുറെ കാലമായി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. വർഷങ്ങളോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടി വീണ്ടും സിനിമയിലേക്ക് തിരികെ വന്നു. ഇപ്പോൾ നായികയായിട്ടും അമ്മ കഥാപാത്രങ്ങളിലൂടെയും സജീവമാവുകയാണ് നടി. ഏറ്റവും പുതിയതായി മീര നായികയായി എത്തുന്ന പാലും പഴവും എന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ സിനിമയുടെ വിശേഷങ്ങളുമായി പ്രൊമോഷൻ തിരക്കുകളായിരുന്നു നടി. ഇതിനിടെ മനോരമ ഓൺലൈന് നൽകിയ അഭിമുഖത്തിലൂടെ തന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ കസ്തൂരിമാനെ കുറിച്ച് സംസാരിക്കുകയാണ് താരം. വളരെ ഡീപ്പായിട്ടുള്ള വ്യക്തിയാണ് താനെന്നാണ് മീര ജാസ്മിൻ പറയുന്നത്. സിനിമയിൽ ഇമോഷണൽ സീനുകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഫീൽ ചെയ്യും. ഇമോഷണലി ഫീൽ ചെയ്യുന്ന ആളാണ് ഞാൻ. അതേസമയം ജോളി ആയിട്ടുള്ള ആളുമാണ്. കസ്തൂരിമാൻ എന്ന സിനിമയിലെ സീനുകളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ചാക്കോച്ചനൊപ്പമുള്ള കോളേജിൽ നിന്നുള്ള സീനുകളൊന്നും മറക്കാൻ പറ്റില്ല. അതുപോലെ ക്ലൈമാക്സിലെ സീനും ഭയങ്കര ആഴമുള്ള സീനാണത്. ജയിലിലുള്ള സീനിനെ കുറിച്ച് പറയുമ്പോൾ കുളിരുകോരും. ഷമ്മി തിലകന്റെ കഥാപാത്രത്തെ വീട്ടിൽ വെച്ച് കൊല്ലുന്നൊരു സീൻ രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ സീനിനെ പറ്റി ഓർക്കുമ്പോൾ പച്ച രക്തത്തിന്റെ മണമാണ് വരിക. അതിലൊരു ഷോട്ടിൽ ഞാൻ രക്തം മണക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോകും. കൊന്നതിന് ശേഷം ആ കഥാപാത്രത്തിന്റെ സമനില തെറ്റിപ്പോവുകയാണ്. അതുപോലെ ചാക്കോച്ചനും ജയിലിൽ വന്ന് എന്നെ കാണുന്ന സീനും വളരെ ടച്ചിങ് ഉള്ളതാണെന്ന് മീര പറയുന്നത്. വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് താനെന്നാണ് മീര പറയുന്നത്. നമ്മുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന സ്പേസിൽ ആ തീരുമാനം എടുക്കും. പക്ഷേ ഒരു ഒഴുക്കിൽ പോകുന്ന ആളാണ്. ജീവിതം ഏതൊഴുക്കിലൂടെയാണോ എന്നെ കൊണ്ടുപോകുന്നത് അതിലൂടെ ഞാൻ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ല. അതുകൊണ്ട് ദൈവം തരുന്ന ഓരോ നിമിഷവും അമൂല്യമാണ്. നല്ലതായാലും ചീത്തയായാലും കാര്യങ്ങൾ അങ്ങനെ നോക്കിക്കാണുന്ന ആളാണ്. സിനിമയിൽ കിട്ടുന്ന റോളുകൾ പോലും അങ്ങനെയാണ്. അതൊരു വിധിയാണ്. ഒരു സംവിധായകൻ വിളിച്ച് ഇങ്ങനൊരു പടമുണ്ട്, മീരയെ ആലോചിക്കുന്നുണ്ടെന്ന് പറയുന്നതൊരു വിധിയാണ്. എനിക്ക് ചെയ്യാനുള്ളത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി ചെയ്യുക എന്നതാണ്. അങ്ങനെ തന്നെ പോവുകയാണെന്നും മീര പറയുന്നു.